അതിലൊന്നാമത്തെ പറഞ്ഞാൽ പോമോഡോറോ ടെക്നിക്ക്. അത് ഭയങ്കരമായിട്ട് എഫക്റ്റീവ് തോന്നുന്ന ടെക്നിക്ക്. അത് പറഞ്ഞാൽ 25 മിനിറ്റ്. ഒരു പോമോഡോറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേർഡ് എന്ന് പറഞ്ഞാൽ ഒരു കിച്ചൺ ടൈമറാണ്. ഒരു പോമോഡോറോ ഒരു ടൊമാറ്റോ തക്കാളി എന്ന് അതിൻ്റെ ഇറ്റാലിയൻ വേർഡാവുന്നതാണ്. അപ്പോൾ അതിനർത്ഥം എന്നാൽ ഒരു കിച്ചൺ ടൈമർ ആ കണ്ടുപിടിച്ച ആൾ ഒരു കിച്ചൺ ടൈമർ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് അയാൾ ഇത് സംഭവം സെറ്റ് ചെയ്ത് പഠിച്ചത്. അപ്പോൾ അതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്രെയിൻ അതിന് വലിയ സയൻസ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മളെ ബ്രെയിനിന് ഒരിക്കലും 20 മിനിറ്റിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. എത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണെന്ന് വിചാരിച്ചോ. ഇപ്പം ഇത്രയും നമ്മൾ ഇൻട്രസ്റ്റിംഗ് സംസാരിച്ചാലും കുറച്ച് എവിടെയെങ്കിലൊക്കെ വെച്ച് നമ്മൾ മൈൻഡ് ഔട്ടായി പോകും. നമ്മൾ അങ്ങനെ പോയി പോകും. കാരണം 20 മിനിറ്റിൽ കൂടുതൽ നമ്മളെ ബ്രെയിനിൽ അറ്റൻഷൻ സ്പാൻ ഇല്ല. അതിന് മുകളിൽ നിൽക്കാൻ പറ്റില്ല. ആവറേജ് ആയിട്ടുള്ള ഒരാൾക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ 20 മിനിറ്റിൽ ആ ഒരു റേഞ്ചിൽ നമ്മൾ ബ്രേക്ക് എടുക്കണം. ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ ഒന്ന് എന്തെങ്കിലും റിലാക്സ്ഡ് ആയിട്ട് വേറെ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ തിരിച്ച് നിൽക്കുക. അപ്പോൾ അങ്ങനെ ബ്രെയിൻ വർക്ക് ചെയ്യണം. അങ്ങനെയാണ് ഷോർട്ട് ബേസ്റ്റ് ആയിട്ടാണ് ബ്രെയിൻ വർക്ക് ചെയ്യണത്. അപ്പോൾ ഈ പൊമഡോറോ ടെക്നിക്കിൽ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളെ ബ്രെയിനെ അങ്ങനെ ആ ഒരു ഇതിലേക്ക് റെഡിയാക്കി എടുക്കുകയാണ്. നമ്മളിപ്പോൾ പഠിക്കണത് ഇപ്പോൾ ഒരു 24 മണിക്കൂർ ഒരു 10 മണിക്കൂർ നമ്മൾ പഠിക്കേണ്ടി വിചാരിച്ചു. ഈ 10 മണിക്കൂർ നമ്മൾ 25-5 മിനിറ്റ് സെറ്റുകളായി തിരിക്കുക. അത് 25 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, 25 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അങ്ങനെ 4 സെഷൻസ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒരു 15 മിനിറ്റ് ലോങ് ബ്രേക്ക് എടുക്കുക. ആ ലോങ് ബ്രേക്കിൽ നമുക്ക് എന്ത് ചെയ്യുക? പുറത്തിറങ്ങി നടക്കുക, എന്ത് ചെയ്യുക? ഈ 5 മിനിറ്റിൽ അതേപോലെ തന്നെ. ഇപ്പോൾ നമ്മൾ 5 മിനിറ്റിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത സംഭവങ്ങൾ ഇട്ടാൽ 5 മിനിറ്റിൽ നമ്മളിപ്പോൾ മൊബൈൽ നോക്കാനൊന്നും പാടില്ല. കാരണം അപ്പം ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹൈ ഡോപ്പമൈൻ ആക്ടിവിറ്റിയിൽ നിന്ന്, അതായത് നമ്മളൊരു ലോ ഡോപ്പമൈൻ ആക്ടിവിറ്റിയിൽ നിന്ന് ഹൈ ഡോപ്പമൈൻ ആക്ടിവിറ്റിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ലോ ഡോപ്പമൈൻ ആക്ടിവിറ്റി നമുക്ക് എന്തായി തോന്നും? ഭയങ്കര ഇതായി തോന്നും, ലെസ് പ്ലീസിങ് ആയി തോന്നും. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് മൊബൈൽ നോക്കുമ്പോൾ ഇനിയിപ്പോൾ 5 മിനിറ്റ് തീരാനോ, നമുക്ക് 5 മിനിറ്റ് തീരാനല്ലോ ആ സംഭവം. നേരെ മറിച്ച് നമ്മളൊരു ലോ ഡോപ്പമൈൻ ആക്ടിവിറ്റിയിൽ നിന്ന് ഭയങ്കര ലോ ഡോപ്പമൈൻ ആക്ടിവിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ആ പഠിക്കുന്നത് കുറച്ചുകൂടി ഇതൊന്ന് തീർന്നു കിട്ടിയെന്ന് പഠിക്കാമെന്ന് തോന്നും. അപ്പോൾ അങ്ങനത്തെ ലോ ഡോപ്പമൈൻ ആക്ടിവിറ്റീസ് നമ്മൾ പ്രിഫർ ചെയ്യണം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജസ്റ്റ് മതിൽമൊക്കെ വെറുതെ നോക്കി നിൽക്കുക. അതേപോലെ വെറുതെ എന്തെങ്കിലും ചെറിയ സംഭവങ്ങൾ, ഇപ്പോൾ വെറുതെ ഇങ്ങനെ ഒരു സംഭവം ആലോചിച്ചിരിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെറിയ സംഭവങ്ങൾ നമ്മൾ ചെയ്തിരിക്കുക. ഒരിക്കലും ഡോപ്പമൈൻ എൻഡേജിങ് ആയിട്ട് ഒരു ആക്ടിവിറ്റിയും ചെയ്യാണ്ട് 5 മിനിറ്റ് ഇതാക്കുക. അതേപോലെ 15 മിനിറ്റ് എന്ത് ചെയ്യുക? പുറത്തിറങ്ങി നടക്കുക, നേച്ചറിൽ പോയി ഇറങ്ങി നടക്കുക, എന്തെങ്കിലും ചെയ്യുക, കുറേ വെള്ളം കുടിക്കുക. അങ്ങനെ ഇപ്പോൾ ഈ 5 മിനിറ്റിലാണ് നമുക്ക് വെള്ളം കുടിക്കുന്നത് യൂട്ടിലൈസ് ചെയ്യുക, അങ്ങനെ ചെയ്യാം. ഇതാണ് ഈ ഒരു സ്ട്രാറ്റജി. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കായിട്ട് ആ രീതിയിലേക്ക് ഡെവലപ്പ് ആവും. അതായത് 25 മിനിറ്റ് ഭയങ്കര ഫോക്കസ്, 5 മിനിറ്റ് ബ്രേക്ക്. ആ ഒരു ഇതിങ്ങനെ കുറേ നേരം റിപ്പീറ്റഡായി ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ബ്രെയിനെ നമ്മൾ പഠിപ്പിച്ചെടുക്കണതാണ്, ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കണതാണ്. ആ രീതിയിൽ ബ്രെയിൻ എന്ത് ചെയ്യും? ഡെവലപ്പായി വരും. അതാണ് ഒന്നാമത്തെ ഞാൻ പറയുന്ന ട്രിക്ക്. വേറെ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ട്രിക്ക് ഷെയർ ചെയ്യാം? എൻ്റെ ഒരു ഇത് പറഞ്ഞപ്പോൾ നമ്മളൊരു യൂട്യൂബ് ക്ലാസ് കാണാൻ വിചാരിച്ചോ. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തായിരുന്ന ഒരു സംഭവം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം യൂട്യൂബ് ക്ലാസ് കാണുമ്പോൾ ഒരു ക്ലാസ് ഇപ്പോൾ ഒരു 30-40 മിനിറ്റ് ഉണ്ടാകും. അതായത് നീ പറഞ്ഞ ഒരു 25 മിനിറ്റ് ആണ് ഒരു ബ്രെയിൻ്റെ അറ്റൻഷൻ സ്പാൻ എന്നുള്ളത്. പക്ഷേ ചിലവർ പറയുന്നത് 45 മിനിറ്റ്സ്, ചിലവർ പറയുന്നുണ്ട്, നീ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഞാനും ഞാൻ 45 മിനിറ്റ്സ് ആദ്യം ഈ 45 മിനിറ്റ്സ് കാരണമാണല്ലോ സ്കൂൾ ടൈം ഒരു ക്ലാസ് 45 മിനിറ്റ് ആക്കി. അങ്ങനെ ബ്രേക്ക് അടുത്ത ആള് കയറി വരും. ഞാനത് പറയാൻ കാരണം പണ്ടത്തെ ആൾക്കാർ വെച്ച് നോക്കുമ്പോൾ 45 മിനിറ്റ്സോ, പക്ഷേ ഇപ്പം നമ്മളെ റീൽസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളെ അറ്റൻഷൻ സ്പാൻ അത്രയും കുറഞ്ഞിട്ടുണ്ട്. ഞാനൊരു 45 മിനിറ്റ്സ് ആണ് ഇപ്പോൾ ഒരു ബ്രെയിൻ്റെ അറ്റൻഷൻ സ്പാൻ എന്നുള്ള ആ രീതിയിൽ ഞാൻ ഞാനൊരു എക്സാമ്പിൾ ജസ്റ്റ് ഇന്റർപ്റ്റ് ചെയ്ത്, പക്ഷേ എക്സാമ്പിൾ പറയണം. നമ്മളെ റൂമിൽ എടുത്തുണ്ട്. അപ്പോൾ ഇവൻ്റെ അറ്റൻഷൻ സ്പാൻ എന്ന് പറഞ്ഞാൽ അത്രയും കുറവാണ്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇപ്പം പഠിക്കുന്നുണ്ടാവും. കുറച്ച് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവില്ല. നമ്മളിങ്ങനെ കുറച്ച് മിനിറ്റ് നമ്മളെന്തെങ്കിലുമൊക്കെ മൊബൈലൊക്കെ തിരിച്ച് നോക്കുമ്പോൾ ഉണ്ടാവും മറ്റേ ഗെയിം കളിക്കുന്നുണ്ടാവും, വാർ ഫ്രെയിം അങ്ങനെ എന്തെങ്കിലും ഗെയിം കളിക്കുന്നുണ്ടാവും. പിന്നെ നമ്മളിങ്ങനെ ആക്കി നോക്കുമ്പോൾ പഠിക്കുന്നുണ്ടാവും. പിന്നെ നോക്കുമ്പോൾ ഉറങ്ങുന്നുണ്ടാവും. കുറച്ച് പിന്നെ എണീച്ചിട്ട് മുമ്പേ ഞാൻ വന്നപ്പോ ആനിമയാണ് ഉണ്ടാവും. അങ്ങനെ ആനിമ അല്ലെങ്കിൽ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അവർക്ക് അറ്റൻഷൻ സ്പാൻ ഇല്ല. അവിടെ അവന്റെ ബ്രെയിൻ അവർ തമ്മിലുള്ള യുദ്ധമാണ്. ബ്രെയിൻ നീ പഠിക്കണം. ബ്രെയിനും വരാൻ വലിയ യുദ്ധമാണ്, വലിയൊരു യുദ്ധം. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ക്ലാസ് അങ്ങനെ കണ്ടോണ്ട് ഇന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ പറയും, മറ്റേ ഇവൻ പറഞ്ഞ പോലെ തന്നെ പൊമഡോറോ. ഞാൻ അപ്പോഴത് ആദ്യമായിട്ട് കേൾക്കുന്നതന്നെ. ഈ പൊമഡോറോ എന്ന് പറയുന്നത് എന്ത്? ഈ പൊമഡോറോ ഒരു തക്കാളി മുമ്പിലുള്ള ടൈമറും ഉണ്ട്. നമുക്ക് സ്പോർട്ട് വാച്ചിൽ വെച്ചാൽ പോലെ തോന്നി, ഇത് മതി. പക്ഷേ ഇനി പൊമഡോറോ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പോലെ 25 മിനിറ്റ്സ് നമുക്ക് അത്രയും ഫോക്കസ്ഡ് ആയിരിക്കാം. ആദ്യം ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഫോക്കസ്ഡ് ആയിരിക്കാൻ പറ്റില്ല, ഉറപ്പുള്ള കാര്യമാണ്. അതായത് നമ്മൾ അത്രയും റീലും നോക്കി കുറെ പടവും കണ്ട് ആനിമ കണ്ട് അത്ര അറ്റൻഷൻ സ്പാൻ കുറവുള്ളൊരു സംഭവം. അതായത് നമ്മളിപ്പോൾ ഹൈ ഡോപ്പമിൻ ആക്ടിവിറ്റി ചെയ്യുക, ഇപ്പോൾ റീല് തോണ്ടുക, അതേപോലെ തന്നെ നമ്മൾ യൂട്യൂബ് വീഡിയോസ് കാണുക, അത്ര ഇത് ചെയ്ത് നമുക്ക് ഒട്ടും താല്പര്യമില്ലാത്ത സാധനം ഇപ്പം അടുത്ത ഇതിലേക്ക് നമുക്ക് ഒരിക്കലും ഒരു അറ്റൻഷൻ സ്പാൻ കിട്ടൂല. നമ്മളതെല്ലാം ഒഴിവാക്കി നമ്മൾ ഈ പൊമഡോറോ എന്നൊരു സംഭവം എടുത്ത് നമ്മൾ അതിൽ ഓണാക്കി 25 മിനിറ്റ്സ് എടുത്തു. എന്താ പറയുക, 25 മിനിറ്റ്സ് പഠിച്ചു, 5 മിനിറ്റ്സ് ബ്രേക്ക്.
ഞാൻ എൻ്റെ ഒരു തുടക്കം പറഞ്ഞു കഴിഞ്ഞാൽ 5 മിനിറ്റ് ബ്രേക്ക് ഞാൻ 1 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ട്. കയ്യിൽ നിന്ന് പോയത് സംഭവം. ആ കൊറേ പക്ഷെ സംഭവം ഒരു ലിമിറ്റ് ഇങ്ങനെ സെറ്റായി വരാൻ തുടങ്ങും. എന്തായാലും ഒരാൾക്ക് ആദ്യം ഈ പറഞ്ഞ പോലെ ഒറ്റയടിക്ക് 25 മിനിറ്റ് നമ്മൾ റോബോട്ട്സ് അല്ല. നമ്മൾ ആദ്യം അങ്ങനെ കുറച്ച് അവിടെ ഇവിടെ ലാഗാവും, പിന്നെ സെറ്റായി അതിനനുസരിച്ച് വരും. നമ്മുടെ ഒരു ഡോപ്പമിനായിട്ട് നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. നമ്മുടെ ഒരു ഡോപ്പമിൻ അത്രയും പീക്കിലായിരിക്കും നിൽക്കുന്നത്. ഈ സ്റ്റഡീസ് പറഞ്ഞാൽ അത്രയും ലോ ഡോപ്പമിനാണ്. ഒരിക്കലും നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ആ ഒരു ഇത് ബെറ്ററാണ്. പിന്നെ നമ്മൾ ഈ ടൈം ടേബിൾ ഉണ്ടാക്കും പറഞ്ഞല്ലോ. ഈ ടൈം ടേബിൾ ഉണ്ടാക്കുന്ന ഒരു നല്ലൊരു സംഭവമാണ്. പക്ഷെ അത്രയും പ്ലാൻഡ് ആയിട്ട് വേണം നമ്മൾ ഉണ്ടാക്കാൻ. അതെ, സെൽഫ് കൺട്രോൾ അത്രയും വേണം. ഞാൻ അത്രയും കാലം ചെയ്തതിന് എൻ്റെ പരിചയം വെച്ച് പറയാം, ഓവർ പ്ലാനിങ് എപ്പോഴും നമ്മളെ ഇതിൽ നയിക്കുള്ളൂ. കാരണം ഓവർ പ്ലാനിങ് ഉദ്ദേശിച്ചത് പറഞ്ഞാൽ നമ്മൾ 5 മിനിറ്റ് ഭക്ഷണം കഴിക്കും, അത് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യും, തൂറാൻ പോകും. 5 മിനിറ്റ് എന്ത് ചെയ്യും, അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ എഴുതി വെച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു മിക്ക ആൾക്കാരും. അതായത് ഈ 5 മിനിറ്റിലാണ് നമ്മൾ തൂറാൻ പോകുന്നത്, ഈ 5 മിനിറ്റിലാണ് അതായത് തൂറാൻ പോയിട്ട് നമ്മൾ അത്രയും റിയലിസ്റ്റിക് അല്ലാത്ത രീതിയിൽ നമ്മൾ ടൈം ടേബിൾ ചെയ്ത്. ഇപ്പം ഞാൻ അത്രയും ഭയങ്കര ബ്രോഡായി പറഞ്ഞെന്നുള്ളൂ. പക്ഷെ ഒരു പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് വേറൊരു ശ്രദ്ധയുള്ള കാര്യം വെച്ചിട്ടാ, നമ്മൾ ഈ ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ പറയൂലോ, ഞാൻ നാളെ പഠിക്കാൻ പോയാ, നാളെ തൊട്ട് പഠിക്കാൻ പോവാ, ഇങ്ങനെ ഈ പറയുമ്പോ എന്തൊരു സംഭവം ഉണ്ടായിട്ടാ. ആ ഡോപ്പമൈൻ കിട്ടി. കാരണം നമ്മള് അതെ പറയുമ്പോ ആ ഒരു ഡോപ്പമിൻ അവിടെ റിലീസായി കഴിഞ്ഞു, പിന്നെ പഠിക്കാൻ തോന്നൂല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പ്ലാൻ ചെയ്യുമ്പോ പറഞ്ഞു നടക്കല, ചെയ്ത് കാണിക്കുക, അവിടെയാണ് കാര്യം. ഈ പറഞ്ഞു നടന്നുള്ള പ്രശ്നം നമുക്ക് ചെയ്യാൻ പറ്റൂല ഒരിക്കലും.